വിനുമോഹന്റെ വീടല്ലേ, അത് നിവേദനത്തിലെ ക്യാരക്ടറാണ് ചോദിക്കുന്നത്. അത് മോഹനകൃഷ്ണനോട് താമസിക്കാൻ വന്നിരിക്കുക. ലെറ്റർ ഇങ്ങനെ അട്ടിക്ക് വരും, ചിലതിനകത്ത് ബ്ലഡിന്റെ ഡ്രോപ്പ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ലെറ്റർ പകുതി ഞാനാ വായിക്കുന്നത്. ചില അസൂയ തോന്നുന്ന സാധനങ്ങളൊന്നും കാണിക്കില്ല. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ പേരെന്താ? ജെയ്ഡൻ. അപ്പൊ എല്ലാരും കൂടെ എന്താ ഗരുഡനോ എന്താ നിർമ്മാണം അനുവിനു ഞങ്ങൾ അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ടി ചിന്തിക്കാൻ നീ വേറെ ഒരാളെ ഏൽപ്പിക്കണ്ട. ചൂട് പിടിച്ച് പനിയുള്ള സമയത്ത് അച്ഛൻ മഴയത്ത് ഇറങ്ങാൻ പറയും, മഴ നനയാൻ പറയും. അങ്ങനെ ഞങ്ങൾ മണ്ണിൽ കിടന്ന് നനഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും കാണുന്നവർക്ക് ഇവർക്ക് പ്രാന്താണോ ചോദിക്കണം. ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു. പല സ്ഥലത്തും ചെല്ലുമ്പോൾ ആദ്യം അപ്പൂപ്പ മുതലുള്ള കഥ തുടങ്ങും. ഇത് വെച്ചിട്ടാണ് ഈശ്വരൻ എന്നെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. ആർട്സ് ഡിക്കാൻ കർട്ടൻ വലിക്കാൻ പോലും സ്റ്റേജിൽ കയറി. ഇവനെ കണ്ടപ്പോ പിന്നെ മമ്മൂക്കയ്ക്ക് തോന്നി ഇവൻ മതിയെന്ന് തോന്നി കാണും. അങ്ങനെ ഞാനായിട്ട് എന്ന് തീരുമാനിച്ചു അന്ന് മുതൽ സ്ട്രഗ്ലിംഗ്. ഇപ്പൊ എന്ത് പടത്തിന്റെ പ്രൊമോഷൻ വന്നാലും ഞങ്ങൾക്ക് ഒരു കോളേജ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് പഴയ ഓഞ്ഞ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും. അലക്കട്ടെ. ഹായ് ഹലോ കൗമുദി വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ മമ്മി ആൻഡ് മീ. ഇന്ന് മലയാളികൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മോം ആൻഡ് സൺ വ്യൂ ആണ് എന്നെ ജോയിൻ ചെയ്യുന്നത്. ലെറ്റ് മീ വെൽക്കം അനുമോഹൻ ആൻഡ് ശോഭ മോഹൻ. ഹായ് അമ്മ, നമസ്കാരം. യെസ്, അപ്പോൾ ഞാൻ നമ്മൾ ഈ അവാർഡിനൊക്കെ പോകുന്നതിന് മുന്നേ അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കും. അപ്പോൾ അതായത് ഞാൻ ചെറിയ അമ്മേൻ്റെ ആയിട്ട് വായിക്കാൻ പോകുന്നത് ചെറിയ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ശോഭ മോഹൻ, ബോൺ ഓൺ 7 February 1969. എനിക്ക് തെറ്റുണ്ടെങ്കിൽ പറയണേ. As daughter of Kottarakara Sridharan Nair, theatre artist and actor. Elder sister of Sai Kumar, actor. Married Mohan Kumar, who was also a theatre artist. Elder son Vinu Mohan, actor. Daughter-in-law Vidya Vinu Mohan, also an actress. ഇനി ഇങ്ങോട്ടാണ്. എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു. ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇത്രയും വായിച്ചില്ലേ? നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ആദ്യം അപ്പൂപ്പ മുതലുള്ള കഥ തുടങ്ങി ഈശ്വര ഇവരുടെ എല്ലാം വലിയ പരിപാടി അവരതിനകത്ത് ചെയ്ത് ഭയങ്കരമായിരുന്നു. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഈശ്വരൻ എന്നെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു പേടി ആദ്യ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വിട്ടു. ഞാൻ ആലോചിച്ചിട്ട് അത് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഇവരെയൊക്കെ വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുമെന്നുള്ളത് എന്റെ പേടിയാണ്. അവരുടെ പെർഫോമൻസിന് അടുത്തേക്ക് കമ്പാരിസൺ വരുമോ എന്നൊക്കെ എന്റെ തോന്നലുകളുടെ പ്രശ്നം അത്. അപ്പൊ പിന്നെ ആ ചിന്ത വിട്ടു. ഇപ്പൊ നമ്മള് ഞാൻ ഈ ഒരു ചെറിയ റാങ്കിങ് പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് ആർട്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓടുന്ന ഒരാളായിരുന്നു. അമ്മ തന്നെ ഞെട്ടി. ചെറിയ എന്ത് അപ്പൊ പിന്നെ എങ്ങനെയാ പിന്നെ സിനിമ എന്നൊക്കെ ഉള്ളൊരു മോഹൊക്കെ എപ്പോഴാ മനസ്സിൽ കയറിയ? ഭയങ്കര ഒട്ടും താല്പര്യമില്ലായിരുന്നു ഈ ഫീൽഡിലോട്ട്. അപ്പം അവൻ്റെ ചേട്ടൻ വന്നാലും അവനൊരു താല്പര്യമില്ല. അവൻ വേറൊരു എഞ്ചിനീയറിംഗ് പഠിത്തത്തിന് അതിനകത്തായിരുന്നു. അങ്ങനെ ഒരു കണ്ണേ മുടങ്ങാന്നും പറഞ്ഞൊരു പടം വന്നില്ല. അതിൽ ചെറിയ ഒരു വിനു ചെയ്തിട്ടുണ്ട്, നവ്യ. അപ്പം സ്കൂളിലെ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഒരു സീനേ ഉള്ളൂ. വെറുതെ മോനോട് വന്നവ ചെയ്യാൻ പറഞ്ഞപ്പം ചെയ്യത്തില്ല. ഭയങ്കര ദേഷ്യം. ഞാൻ ചെയ്യത്തില്ല. അപ്പം അച്ഛൻ പറഞ്ഞിട്ടാ നീ ചെയ്യേ. ആ സീൻ കാണുമ്പോൾ നമുക്കറിയാം അവന് ഇഷ്ടമല്ല മുഖത്ത്, എന്നാലും ചെയ്തു. അങ്ങനെ അത് വെച്ചു. പിന്നെ അവൻ അതിനെ വിട്ടു. പിന്നെ ചട്ടമ്പിനാടിൻ്റെ ലൊക്കേഷനിലാണ് അന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ബാംഗ്ലൂരിൽ നിന്ന് വെക്കേഷന് വന്നതാണ്. അപ്പം ഞാനും ചേട്ടനും മോനും ഉണ്ട് അതിനകത്തുണ്ടല്ലോ. അപ്പം ഞങ്ങളെല്ലാം ലൊക്കേഷനിലായിരുന്നു. അപ്പം ഇദ്ദേഹവും ഒരു കസിൻ ബ്രദറോട് ലൊക്കേഷനിൽ വന്ന് ഒന്ന് ചുമ്മാ അല്ലല്ല 2-3 ദിവസം ലീവ് ഉണ്ടായിട്ട് അവൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് മമ്മൂക്കയുടെ ഒരു ചെറുപ്പത്തിലുള്ള ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പം ഇവനെ കണ്ടപ്പോൾ പിന്നെ മമ്മൂക്കയ്ക്ക് തോന്നി ഇവൻ മതിയെന്ന് തോന്നി കാണും. അങ്ങനെ ഇവനെ അങ്ങോട്ട് വിളിച്ചു. എന്തിനാന്ന് നമ്മളോടൊന്നും പറഞ്ഞില്ല, സംസാരിച്ചു. അപ്പൊ ഇവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചതേ ഉള്ളൂ അല്ലേ, പഠിത്ത കാര്യവും അതും ഇതുമൊക്കെ ചോദിച്ചിട്ട് ശരി പൊക്കോളാൻ പറഞ്ഞ് അവന് പോയിരുന്നു. അപ്പൊ മമ്മൂക്ക പറഞ്ഞ് ഇവൻ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതെ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അഭിനയിച്ചത്. അത് കഴിഞ്ഞ് അതിലപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. അത് കഴിഞ്ഞ് വീണ്ടും അതിനപ്പുറകോട്ടായിരുന്നു. പിന്നെ തീവ്രം സിനിമ വന്നതോടുകൂടിയാണ് പിന്നെ മറ്റേത് ഓർക്കൂട്ട് പിന്നെ ഇവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ ഒരു രീതിയിൽ അങ്ങ് പോയി. എന്നാലും ഇതിനകത്ത് അവനൊരു വലിയ താല്പര്യമില്ലായിരുന്നു. തീവ്രം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ഇതിനകത്തൊരു ഡെഡിക്കേഷൻ തോന്നി തുടങ്ങിയത്, ട്രാക്കിലായത്. അതിപ്പോ എല്ലാരും പറയുള്ളൂ. അതായത് സ്പെഷ്യലി
നമ്മൾ ആക്ച്വലി എല്ലാവരും നമ്മുടെ ഫാമിലി എല്ലാവരും ആക്ടേഴ്സ് ഇത് കാണുമ്പോൾ ഇത് ഈ പരിപാടിയാണ് നമ്മൾ പിടിക്കണമെന്ന് പലർക്കും അല്ല ഇപ്പൊ ഈവൻ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് എനിക്ക് വർക്കാവോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ വെറുതെ പോയി. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് ഇപ്പൊ എപ്പോഴാണ് ഓക്കെ ഇത് നമുക്ക് ചെയ്ത് കുഴപ്പമില്ലല്ലോ ഈ പരിപാടി രസമുണ്ട്. അല്ല ഇത് ബേസിക്കലി എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്ക് ആക്ടിങ്ങിനോട് അത് എന്റെ പേടി കാരണം പകുതി ഒരു 80% എന്റെ ഭയമായിരുന്നു. കാരണം എനിക്ക് എന്നെ അറിയാലോ, കാരണം എനിക്ക് ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് ഒരു 10 പേര് കൂടിയിരിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു ആർട്സ് ഡേക്ക് ഞാൻ കർട്ടൻ വലിക്കാൻ പോലും സ്റ്റേജിൽ കയറി. അപ്പം അത്രയും പേടിയുള്ള ഒരാള് എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ഈ ആർട്ടിലൊക്കെ ആയിരുന്നു ടെക്നിക്കൽ സൈഡ് ഭയങ്കര ഇഷ്ടമായി. ലൊക്കേഷനിൽ വന്നാലും ആർട്ടിന്റെ കൂടെ ആയിരിക്കും ഇയാള് പോക്ക്, അവിടെ ചെന്ന് അവരുണ്ടാക്കുന്നത് അവരുടെ സെറ്റിംഗ്സ്, ആ ഡയറക്ടർ ചേട്ടന്മാരുടെ കൂടെ ഇരിക്കുക, അവരോരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കാണാനും ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാമറാമാൻ്റെ പരിപാടികൾ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈവൻ ഞാൻ എറണാകുളത്ത് ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന സമയത്തും ആർട്സ് ഡേക്ക് ഞാൻ സ്റ്റേജിൽ പരിപാടിയൊന്നും ഇല്ലെങ്കിലും അതിന്റെ ഫുൾ ഡെക്കറേഷൻ സെറ്റ് ചെയ്യുക അതൊക്കെ എനിക്ക് ഭയങ്കര ഹരമായിരുന്നു. കാരണം അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ബാക്കിൽ പോയിട്ട് അത് കണ്ടോണ്ടിരിക്കുക ഭയങ്കര ഹരം. അപ്പം ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതിലൊരു ഹരമുണ്ട്. അപ്പം അത് ആണ് എന്നെ തീവ്രത്തിൽ എനിക്ക് കിട്ടിയത്. കാരണം അതിന്റെ ഒരു പേപ്പർ മുതൽ അതൊന്നുമില്ല, ഞാനും ഡയറക്ടറും മാത്രം ഇരിക്കുന്ന ഒരു സ്റ്റേജ് മുതൽ തിയേറ്റർ വരെയുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, ഞങ്ങൾ പ്രൊഡ്യൂസറിനെ അന്വേഷിച്ച് 1.5 വർഷം നടക്കുന്നു, ഒന്നും ആവുന്നില്ല, പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നു, പിന്നെ ദുൽഖറിനെ കാണുന്നു, ദുൽഖർ ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു വലിയൊരു പ്രോഗ്രസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. സത്യം പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതും ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് സത്യം പറഞ്ഞാൽ ഇതാണ് ഇനി എൻ്റെ വഴി എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അതേപോലെ ഈ പ്രഷറിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് ഇപ്പൊ നമ്മളെ ജഡ്ജ് ചെയ്യുമെന്ന് നമുക്കൊരു പ്രശ്നമുണ്ട്. നോക്കുമ്പോൾ ഫാമിലിയിലെ എല്ലാവരും ഇപ്പൊ ഗ്രാൻഡ് ഫാദർ മുതൽ അമ്മ, ബ്രദർ എല്ലാവരും ഇതിലുണ്ട്. അപ്പൊ ഈ ഒരു ടെൻഷൻ കാരണമാണോ ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഇതിന് മുന്നേ അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ വരായിരുന്നു അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിട്ട് ഈ ഒരു പ്രഷർ വേണം, നമ്മൾ കുറച്ച് റോൾസ് ഒക്കെ വേണം അങ്ങനെ തോന്നിയിട്ടില്ല? കാരണം ഞാൻ ചട്ടമ്പിനാൾ അഭിനയിക്കുന്നത് 2009-ലാണ്, വളരെ ചെറുതിലാണ്. ഓർക്കുട്ട് ചെയ്യുന്നതും ആ ഒരു ചെറിയ പ്രായത്തിലാണ്. തീവ്രം എനിക്ക് എൻ്റെ 23-ാമത്തെ വയസ്സിലാണ് ഞാൻ തീവ്രം ചെയ്യുന്നത്. അപ്പൊ അതിലാണെങ്കിൽ ഒരു 30 വയസ്സുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഞാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നൊന്നുമല്ല, എന്നെ അങ്ങനെ നിമിത്തമായിട്ട് കൊണ്ടിട്ടതാണ്. അപ്പൊ പിന്നെ നമുക്കായിട്ടൊരു ഒരു സെൽഫ് ഇത് തോന്നുമല്ലോ, ആ പോയിന്റ് മുതലാണ് സത്യം പറഞ്ഞ സ്ട്രഗ്ലിംഗ് തുടങ്ങിയത്. അതൊരു ഭയങ്കര ഈസി ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഞാനായിട്ട് എന്ന് തീരുമാനിച്ചോ അന്ന് മുതൽ സ്ട്രഗ്ലിംഗ് അതായിരുന്നു അതിന്റെ ഒരു അവസ്ഥ. നമ്മളിപ്പോ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടർ, അപ്പൊ കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുക, ഇപ്പൊ പണ്ട് സ്റ്റേജിൽ കയറാതെ അമ്മര് വിളിച്ചിട്ട് തെറി വിളിക്കുന്ന വലിയ ആക്ടർ, നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ടല്ലോ എന്ത് പറഞ്ഞാലും നമ്മളുടെ കൂടെ കണ്ടിരിക്കണം. ഇപ്പൊ എന്ത് പടത്തിന്റെ പ്രൊമോഷൻ വന്നാലും ഞങ്ങൾക്ക് ഒരു കോളേജ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് പഴയ ഓഞ്ഞ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും. അലക്കട്ടെ അങ്ങനെ പറയുന്നുണ്ട്, പൊങ്ങി വരാതിരുന്ന ഭാഗ്യം. അപ്പൊ ഗ്രോയിങ് അപ്പ് ഇവർക്ക് നമ്മൾക്ക് അമ്മ മനസ്സിലാവല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നത് വിജയനാണ് ആയിരിക്കല്ലേ ഒരു ആക്ടിങ് സ്റ്റേജിലായാലും സ്കൂളിലും ഒക്കെ ആക്റ്റീവ് ആയിരുന്നു. ഇത് ഇങ്ങോട്ട് അഞ്ചേരിലേക്ക് വന്നപ്പോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല? ഇല്ലില്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവരുടെ ഒരു ഗ്രോയിങ് അപ്പില്ല, അത് എസ്പെഷ്യലി എനിക്കൊരു അനിയനാണുള്ളത്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമ്മൾക്ക് രണ്ടുപേരുടെ സ്പേസ് വേണം, രണ്ടുപേർക്കും ഒരു ഇമ്പോർട്ടൻസ് വേണം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഇവരുടെ ഇടയിൽ എങ്ങനെയായിരുന്നു? ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് ചേട്ടൻ കെയർ ചെയ്യുന്ന അനിയനായിരുന്നു അല്ലെങ്കിൽ കണ്ട ഇടിയായിരുന്നു? ഇല്ല, ചേട്ടൻ കെയർ ചെയ്യുന്ന അനിയനായിരുന്നു. വലിയ വഴക്കൊന്നുമില്ല, എല്ലാം ചേട്ടനങ്ങ് ക്ഷമിച്ചു കൊടുക്കുമായിരുന്നു അനിയന്. അങ്ങനെ രണ്ടുപേർക്കും തമ്മിൽ നല്ല, എനിക്ക് അവരെയും കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ കുറെ വാശിയുള്ളത് എനിക്കായിരുന്നു തോന്നിയിട്ടുണ്ട്. അപ്പം മിഞ്ചനും മിറ്റതും ഒക്കെ പോട്ടെ എന്നുള്ള പിന്നെ ഞങ്ങളൊരു ഫ്രണ്ട്സ് സർക്കിളിനെ പോലെ, ചേട്ടന്റെ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സാണ്, എന്റെ ഫ്രണ്ട്സ് സർക്കിളിനെല്ലാം ചേട്ടനും അറിയാം. അപ്പൊ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഒന്നുമില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊക്കെ പോവാ. സിനിമയ്ക്ക് പോകുമ്പോഴാണ്, ക്രിക്കറ്റ് കളിക്കാൻ അച്ഛനായാലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഇവരുടെ. അപ്പൊ അങ്ങനെ ഒരു 4 വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിലും കുരുത്തക്കേടുമൊക്കെ ഉണ്ട്. ഇപ്പം അമ്മ ആണെങ്കിൽ ഇപ്പം അമ്മ അപ്പൊ തിയേറ്റർ ചെയ്യണ്ടായിരുന്നു, ഡാഡി തിയേറ്റർ ചെയ്യണ്ടായിരുന്നു. അപ്പൊ എപ്പോഴെങ്കിലും ഇവർക്ക് നിങ്ങൾ പിന്നെ എന്താ പറയാ, ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് വന്നില്ല അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഒരു റോൾ ഉണ്ട്, നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? ഇല്ല, വിൻസേട്ടനും സ്റ്റേജിൽ അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല. സ്കൂളിലും കോളേജിലും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ നമ്മുടെ പ്രൊഫഷനിനകത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് ട്രൂപ്പ് ഉണ്ടായിരുന്നു, നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് വന്നിരുന്ന്
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് Light, ഓപ്പറേറ്റ് light ചെയ്യും, ലൈറ്റ് operation, ഓപ്പറേഷൻ sound ഇതൊക്കെ ഉണ്ട്. operation. സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടില്ല, ബാക്കിനകത്തെല്ലാം ഉണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു വരുന്നത് വളരെ മര്യാദക്കാരായ 2 കുട്ടികളായിരുന്നു ഇവരെന്താ കുഴപ്പമില്ല. വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പൊ ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഇപ്പം അങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്, മോഹൻ സാറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ലൈക്ക് പുള്ളി ഒരു സ്റ്റൈൽ ഓഫ് അപ്ബ്രിങ്ങിങ് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഐ മീൻ വിൻചേട്ടൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് പല കാര്യങ്ങളും നമ്മളുടെ അവരുടെ ഇഷ്ടം അത് എങ്ങനെയാണോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യേണ്ടെന്നാണെങ്കിൽ അത് പറയുന്നതിനും ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ വേ ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പൊ ആ ഒരു അപ്ബ്രിങ്ങിങ് ആയിരിക്കുമോ നമ്മളുടെ ഈ ഒരു സക്സസ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സീനൊക്കെ കാരണം? അത് കാരണം അത് ഇപ്പൊ ചിന്തിക്കുമ്പോഴാണ്, അന്നൊന്നും നമുക്കത് മനസ്സിലാവുന്നില്ല. അതങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊന്നും അല്ല പറയുന്നത്. ഇപ്പം അച്ഛനില്ലാതെ ഒരു സമയത്ത് നമ്മളത് റീതിങ്ക് ചെയ്യുമ്പോൾ ഇത് നമ്മളിപ്പം കുറെ കൂടെ മെച്ചുവേർഡായല്ലോ, മെച്ചുവേർഡായിട്ട് നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി നമ്മൾ ഓരോന്ന് ഫേസ് ചെയ്യുമ്പോഴാണ് ഇത് കാരണമായിരിക്കും അന്ന് അങ്ങനെ പറഞ്ഞത്, അത് കാരണമാണല്ലോ എനിക്കിപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു തോന്നൽ ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഈ പറയുന്ന പോലെ സ്കൂൾ ടൈമിൽ ഒന്നും ഞങ്ങളടുത്ത് പഠിക്കുക എന്നുള്ളൊരു വാക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ പഠിക്കുന്ന പറയുന്ന ഒരു വാക്ക് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എടുത്ത് പഠിക്കട അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഹൈസ്കൂൾ സമയത്താണ് ഞങ്ങൾ റെഗുലറായിട്ട് ഞാൻ ചേട്ടനൊക്കെ ക്ലാസ്സിൽ പോയി തുടങ്ങിയത്. അതുവരെ എല്ലാ ഉത്സവ പറമ്പുകളും പള്ളി പെരുന്നാളുകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ നാടകത്തിന്റെ വണ്ടിയിൽ കയറി. അപ്പൊ ഈ നാടകത്തിന് അതാ പറഞ്ഞ ഈ ലൈറ്റ് ഓപ്പറേറ്റിങ്ങും ഇതൊക്കെ നമ്മൾ അങ്ങനെയാണ്. പിന്നെ ഞങ്ങളുടെ പേരിൽ നിർമ്മാണം അനു വിനു എന്നൊക്കെ ആയിരുന്നു അന്ന് അങ്ങനെ അനൗൺസ് ചെയ്യുമല്ലോ. അപ്പൊ അന്ന് ഞങ്ങൾ ഭയങ്കര ചെറുതാ. അപ്പൊ ഞങ്ങൾ ഫ്രണ്ടിൽ മണ്ണിൽ പോയിരിക്കും. അപ്പം നിർമ്മാണം അനു വിനു ഞങ്ങൾ നോക്കാം, ഞങ്ങൾ അപ്പം അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നമ്മുടെ ഒരു ചിന്തകൾക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ട് തന്നെയാണ് അച്ഛൻ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം അങ്ങനെ ഓർമ്മയുള്ളത്. അപ്പം അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വേറെ ഒരാളുടെ അഭിപ്രായം ചോദിക്കേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. ഈവൻ ഞാൻ ജോലി റിസൈൻ ചെയ്യുമ്പോഴും ഞാൻ സിനിമ ചൂസ് ചെയ്യുമ്പോഴും ഞാൻ ഒന്നും അമ്മയുടെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയി പറഞ്ഞത് ഞാൻ ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി തന്ന അച്ഛൻ തന്നെയാണ്. അതാ പറഞ്ഞ അത് ഉണ്ടാക്കി തന്നത് അച്ഛൻ തന്നെയാണ്. അപ്പൊ അച്ഛൻ അത്രയും അതിന്റെ കൂടെ ഉള്ള ചില സാധനങ്ങൾ നമുക്ക് എന്തിനാ വേറൊരാളത് ചോദിക്കണ്ട. അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടി ചിന്തിക്കാൻ നീ വേറെ ഒരാളെ ഏൽപ്പിക്കണ്ട എന്നുള്ളൊരു സാധനം നമുക്ക് പറയാതെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു തോട്ട് പ്രോസസ് ആയിരിക്കും നമ്മളെ അല്ലെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആക്ടർ നമ്മളത് എപ്പം ആക്ടർ ആവാം എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന അവിടുന്നാണ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. അപ്പോ ഈ സ്ട്രഗിളൊക്കെ കഴിഞ്ഞാലും നമുക്ക് ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ട് അല്ലെ ഇപ്പൊ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആവുമ്പോൾ അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ആക്ച്വലി ഇപ്പം ഇത്രയും ഐ മീൻ ഇപ്പം മാം ആണെങ്കിൽ ഇപ്പൊ ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അപ്പൊ നമുക്ക് ചിലപ്പോൾ പറയാലോ പല സ്ഥലത്തും നമുക്ക് വേണമെങ്കിൽ മോനെ റെക്കമെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തിനെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടോ ഒരു റൂളിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചോട്ടെ എന്നാണോ ആറ്റിറ്റ്യൂഡ്? എങ്ങനെയാണ്? ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഞാനെന്നില്ല, അത് പണ്ട് മുതലേ ഇല്ല. എൻ്റെ അച്ഛൻ മുതലും ഞങ്ങൾക്ക് ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല. എല്ലാവരും അവരവരുടെ രീതിക്ക് വന്ന് പറ്റതാ. അവൻ തന്നെ കണ്ടുപിടിച്ച് അവൻ തന്നെ അഭിനയിക്കുന്നു, അവൻ തന്നെ അത് മാനേജ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കഥയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്നോട് കഥയൊക്കെ പറയും, അമ്മ ഇങ്ങനെയാണ് കഥ എന്നൊക്കെ. എന്നാലും അവന്റെ ഇഷ്ടമല്ലേ. അതെ അതെ. ഇപ്പൊ എന്നെക്കാളും ഇന്നത്തെ കാലത്ത് അവർക്ക് ചിന്തിക്കാനുള്ള തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ. എന്റെ കാലഘട്ടം ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ ഇന്ന് അവര് ചിന്തിക്കും. അപ്പൊ പിന്നെ കൂടുതൽ നമ്മൾ കൈ കടത്തേണ്ട കാര്യമില്ല. ചാൻസ് ചോദിച്ചു കയറട്ടെ. ഈ പേര് ഇപ്പൊ ഈ പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ അനു വിനു എന്ന് പറഞ്ഞു. ചെറുപ്പത്തിൽ ഈ പേരിന് ചെറിയൊരു അനു പേര് ഇഷ്ടമല്ലായിരുന്നു. അതായത് ഒരു മനുഷ്യനൊരു പേരിടുമ്പോ ചിന്തിക്കും, അമ്മ എന്തെങ്കിലും അർത്ഥമുള്ള പേരിട്ടൂടെ എനിക്ക്. മോഹനുള്ളതുകൊണ്ടാണ്. മോഹനില്ലായിരുന്നു പണി വളരെ. അപ്പൊ ഞാൻ പറയാം ചേട്ടന് മിനുവായപ്പോ പ്രാസം പിടിച്ചാനും ഒരു കണക്ക് അങ്ങനല്ലേ, നമ്മുടെയൊക്കെ കാലത്ത് അങ്ങനല്ലേ, ഒരു പ്രാസം വെച്ചിട്ടായിരിക്കും പേരിടുന്നത്. എന്നിട്ട് പക്ഷെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ മാറ്റിക്കോ. വേണ്ട, നിങ്ങളായിട്ട് ഇട്ട പരിപാടിയല്ലേ, പിന്നെ അതങ്ങനെ കിടക്കട്ടെ നോക്കാന്നോ. അതുകൊണ്ടാണോ മോന് ജെയ്ഡൻ അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച നമ്മളെ ആരെയും ആഗ്രഹിച്ചില്ല, ആരും ചോദിച്ചില്ല. അവന്റെ വൈഫിന്റെ അച്ഛനാണെങ്കിൽ പുള്ളി ഭയങ്കര ഭക്തനും അങ്ങനെയുള്ള ഒരു രീതി. അപ്പൊ അങ്ങനെ പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു പേര്, മൂത്ത മോന് ഋഷികേശ് അങ്ങനെയൊക്കെ ഇട്ടേക്കുന്നത്. അതേപോലെ അങ്ങനെ ഭയങ്കര ഒരു സ്വീറ്റ്, അങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന. അപ്പൊ ഞങ്ങൾക്ക് ഇവന് മറ്റേ നൂലുകെട്ട് ചടങ്ങുണ്ട്, അപ്പൊ അന്നുള്ള പേരിടുന്നു.
അപ്പോൾ അതിന് കുറേ ദിവസം ഇവൻ ജനിച്ചൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ലളിതാ സഹസ്രനാമത്തിന് ഒരു ബുക്കൊക്കെ ഞങ്ങളെ കൊണ്ടു. ഇതിനകത്ത് നല്ല നല്ല പേരുകളുണ്ടാവും, മക്കൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അവൾക്ക് കൊണ്ട് തന്നു. അപ്പോൾ ഞങ്ങൾ ശരി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് ഈ സാധനം ചെവിയിലാണ് ആദ്യം പറയുന്നത്. അപ്പം എല്ലാവരും ഉണ്ട് അവിടെ, ഫുൾ ആൾക്കാരിങ്ങനെ നിൽക്കുക. അപ്പം ജെയ്ഡൻ, അപ്പം പേരെന്താ? ജെയ്ഡൻ. അപ്പം എല്ലാവരും കൂടെ എന്താ അങ്ങനെ ഗരുഡനോ എന്തൊക്കെയാണ് ആദ്യം ജെയ്ഡൻ എ മഹേശ്വരി. അമ്മയുടെ പേരാണ് അവളുടെ, അവന്റെ അച്ഛന്റെ പേരല്ല ഇട്ടേക്കുന്നത്, അമ്മയുടെ പേരാ കൂടെ ഇട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ആൺകുട്ടിയാണെങ്കിൽ അച്ഛന്റെ പേര്, അമ്മയുടെ പേരും, പെൺകുട്ടിയാണെങ്കിൽ എന്റെ പേര് ഇടാം വൽ എന്നുള്ള രീതിയിലായിരുന്നു. മഹേശ്വരി എന്നാണ്. അടിപൊളി അടിപൊളി. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പൊ മിൻചേട്ടന്റെ മൂവി കഴിഞ്ഞ പാടെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഫാൻ ഫോളോയിങ് അല്ലേ പെട്ടെന്ന് ആ ഒരു ഒറ്റ മൂവി നിവേദ്യം എന്ന് പറയുന്ന മൂവി കഴിഞ്ഞ പാടെ തന്നെ ഒരു ഭീകര ഫാൻ ഫോളോയിങ്. അത് അപ്പൊ 12th അന്ന് ഞാൻ 12th അല്ലെ സമയം. അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് പെട്ടെന്ന് അല്ലേ എനിക്ക് തോന്നുന്ന ആരാധികമാര് ലെറ്റേഴ്സ് പാട്ടാണ്. ആ പാട്ട് എവിടെയാണെങ്കിലും ആ പാട്ട് ആ സോങ്. അപ്പൊ ഇത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ടൈം പീരീഡ്? എങ്ങനെയാ ഓർമ്മ? എനിക്ക് എഴുത്തുകൾ വരുമായിരുന്നു വീട്ടിൽ. അപ്പൊ അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാനാണ് പോസ്റ്റ്മാൻ്റെ മിക്കൊരു ഒരു കട്ടിങ്ങിന് അന്ന് ഇതൊന്നും വാട്സപ്പ് ഒന്നും SMS ഒക്കെ തുടക്ക സമയമാണെന്ന് തോന്നുന്നുണ്ടല്ലോ ആ സമയത്തൊക്കെ. അപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഫോൺ കിട്ടി തുടങ്ങുന്ന സമയമാണ്. അത് ലെറ്ററാണ്. ലെറ്റർ ഇങ്ങനെ അട്ടിക്ക് വരും. ചിലതിനകത്ത് ബ്ലഡിന്റെ ഡ്രോപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ലെറ്റർ. അപ്പൊ അപ്പോഴാണ് ഞാൻ റിയലൈസ് ഇങ്ങനെ ഉണ്ടല്ലോ നമ്മൾ കേൾക്കുന്നത് ചുമ്മാതല്ല എന്നുള്ളത് മനസ്സിലായത് അപ്പോഴാണ്. ഇത്രയോ ലെറ്റേഴ്സ് പകുതി ഞാനാ വായിക്കുന്നത്. ചില അസൂയ തോന്നുന്ന സാധനങ്ങളൊന്നും കാണിക്കില്ല. രസമായിട്ട് ഒരു കൊച്ചു ഒരു പെൺകുട്ടി വീട്ടിൽ വന്നായിരുന്നു. ഒരു ദിവസം അച്ഛനും ഞാനും കൂടി ഇതേപോലെ മുറ്റത്ത് നിന്ന് കാറ് കഴുകിക്കൊണ്ടിരിക്കുക ഞങ്ങള്. അപ്പൊ ഓട്ടോയിൽ ഒരു പെൺകുട്ടി വന്ന് ബാഗൊക്കെ ഉണ്ട് ഇറങ്ങിയിട്ട് ഇത് മോഹനകൃഷ്ണന്റെ വീടല്ലേ ആദ്യം ചോദിക്കും. അപ്പൊ മോഹനകൃഷ്ണൻ അല്ല, വിനുമോഹന്റെ വീടല്ലേ, അത് നിവേദത്തിലെ ക്യാരക്ടറാണ് ചോദിക്കുന്നത്. അപ്പം അതായത് മോഹനകൃഷ്ണനോട് താമസിക്കാൻ വന്നിരിക്കുക, പാക്ക് ചെയ്തൊക്കെ വന്നിരിക്കുക. അവസാനം അച്ഛൻ പോയി എന്തൊക്കെയോ സംസാരിച്ച് ഇതാക്കി പിന്നെ ഓട്ടോയിൽ കയറ്റി തിരിച്ചു വിട്ടു. അപ്പൊ ഞാനിതിങ്ങനെ മാറിയെന്ന് കണ്ട ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ രസകരമായിട്ടുള്ള ചേട്ടനോട് ചെറിയൊരു ജലസ് ഈ പറഞ്ഞ പോലെ ചെറിയൊരു അസൂയൊക്കെ തോന്നിണ്ടേ. ഇത് കൊള്ളാലോ ഈ പരിപാടി, ഇത്രയും ഭയങ്കര ഫാറ്റ് ഫോളോയി ഭയങ്കര പരിപാടികൾ. അപ്പൊ നമുക്ക് ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ. അല്ല ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ തോന്നിട്ടില്ല ഈ പരിപാടി. ഞാൻ ടെക്നിക്കൽ സൈഡ് അപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ ചോദിച്ചപ്പോഴേക്കും എനിക്ക് സിനിമാറ്റോഗ്രാഫർ ആവാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ ആവാനാണ് ഇഷ്ടം എന്നൊക്കെ തന്നെയാണ് അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ വരയ്ക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ പ്രൊഡക്റ്റ് ഡിസൈനിങ് കോഴ്സ് കണ്ടുപിടിച്ച് അത് പഠിച്ച് അത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് തീവ്രം പാരലി സംഭവിക്കുന്നതും. പിന്നെ അത് ഞാൻ റിസൈൻ ചെയ്യുന്നതൊക്കെ. ഇപ്പൊ ഈ ആ ഒരു ഗ്രോയിങ് അപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ സ്കൂളിലെ ഒരു ബെസ്റ്റ് മെമ്മറി. മീൻസ് ഗ്രോയിങ് അപ്പ് നമ്മുടെ ഇപ്പൊ ചേട്ടന്റെ കൂടെ ഉള്ള ഒരു ബെസ്റ്റ് മെമ്മറി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു എന്താ പറയുക ഒരു വലിയ എന്താ പറയുക ഒരു മിസ്റ്റേക്ക്, അത് വഴക്ക് അല്ലെങ്കിൽ അത് അമ്മ കണ്ടുപിടിച്ചത്, അങ്ങനെ ഒരു മെമ്മറി ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ ഷെയർ ചെയ്യാൻ? മെമ്മറികൾ ഇഷ്ടംപോലെ ഈ പറയുന്ന പോലെ സ്കൂൾ മെമ്മറീസ് എന്തെങ്കിലും രസമുള്ള മെമ്മറീസ് ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല അച്ഛനുമായിട്ടുള്ള സാധനം അതാണ്. മറ്റേ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇതേപോലെ ചേട്ടന് സ്റ്റേജിൽ ചെയ്യാനോ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ല. ഇങ്ങനെ നാടകമാണെങ്കിലും പാട്ട്, ഡാൻസ്, പ്രസംഗം ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യം. അപ്പൊ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒരു പ്രസംഗം എഴുതി തരണം, സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പൊ അച്ഛൻ നല്ലൊരു പ്രസംഗം എഴുതി കൊടുത്ത് രാത്രി ഇരുന്ന് പഠിക്കുന്നു, ഭയങ്കര ഇത്. അപ്പൊ ഞങ്ങൾ രാവിലെ എല്ലാം പ്രസംഗിക്കാൻ പോവാണ്. അപ്പൊ സ്കൂളിൽ ചെന്നപ്പോൾ മാഷും അവിടെ സ്കൂൾ തുറക്കാൻ വരുന്ന ഒരു അമ്മാവനും 4 പേരേ ഉള്ളൂ. ഫ്ലാഗ് ഹോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും 4 വഴിക്ക് പോയി. എന്റെ പ്രസംഗം അങ്ങനെ അച്ഛൻ പറഞ്ഞ് പഠിക്കാൻ വാന്ന് പറഞ്ഞിട്ട് നേരെ ആ സ്കൂളിന്റെ ഇതുണ്ട്, ഹാളുണ്ട്. അപ്പോൾ സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഒരു വലിയ ഹാളിൽ ഞാനും അച്ഛനും മാത്രം ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നു, പ്രസംഗിക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒറ്റക്കെ പ്രസംഗിക്കുക. അപ്പൊ അതൊക്കെ എനിക്ക് ഇപ്പോഴും ഭയങ്കര രസമുള്ളൊരു വിഷ്വലാണ്. അപ്പൊ അന്ന് ഭയങ്കര രസമായിട്ട് പ്രസംഗിച്ച് ഞാനും അച്ഛനും മാത്രം ക്ലാപ്പ് ചെയ്ത് ഞങ്ങൾ നടന്ന് വീട്ടിൽ പോയതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഈ പറയാതെ പറയുന്ന സംഗതികളില്ലേ, കാരണം നമുക്ക് ഇന്ന് നിൽക്കുമ്പോൾ പല സ്റ്റേജിലും നമുക്ക് അല്ല പല സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെ അത് അതിൻ്റെയൊക്കെ കിട്ടുന്ന പരിപാടി അവിടെ നിന്നാന്ന് തോന്നുന്നു. ഇതേപോലെ ഞാൻ വരയ്ക്കുമല്ലോ. അപ്പം ഇതേപോലെ ബാലരമ കോമ്പറ്റീഷൻ എന്തോ ഞാൻ ഇതേപോലെ ഒരു
ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിൻ്റെ ഇത് വന്നു. നാട്ടിൽ നടക്കുകയാണ് വലിയൊരു കോൺടെസ്റ്റ്. അങ്ങനെ വന്നപ്പോൾ അവിടെ ഇടിച്ചു തള്ളി ജനം, അവിടെ അതേപോലെ പിള്ളേരും ബഹളമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്നെ കയറ്റിയില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞത് മേടിക്കുന്നത് നട്ടുച്ചയ്ക്ക് എന്നെ സൈക്കിളിൽ ഇരുത്തിയിട്ട് നേരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബീച്ചാണ്. അവിടെ ചെന്ന് നട്ടുച്ചയ്ക്ക് ഒരു തെങ്ങിൻ്റെ താഴെ ഇരുന്നിട്ട് അത് നീ കടലിൻ്റെ പടം വരയ്ക്കും. അങ്ങനെ ആ കടലിൻ്റെ പടം വരപ്പിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ആ ഒരു വിഷമം കവറപ്പ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനത്തെ കുറെ രസമുള്ള ഓർമ്മകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ഈ ഇങ്ങനെയുള്ള ഈ ഒരു മെമ്മറീസ് ആയിരിക്കുമല്ലേ പിന്നീട് നമ്മൾ എക്സ്പീരിയൻസ് ഇതേപോലെ നമുക്കൊരു വിഷമം വരുമ്പോൾ അത് കുഴപ്പമില്ല, കാര്യങ്ങൾ മറ്റേ ചൂട് പിടിച്ച് പനിയുള്ള സമയത്ത് അച്ഛൻ മഴയത്ത് ഇറങ്ങാൻ പറയും, മഴ നനയാൻ പറയും. അങ്ങനെ ഞങ്ങൾ മണ്ണിൽ കിടന്ന് നനഞ്ഞിട്ടുണ്ട്. അച്ഛനും ഞാനും ഇഞ്ചാനും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഷർട്ടൊന്നും ഇല്ലാണ്ട് മുറ്റത്ത്. അങ്ങനെ അപ്പൊ എല്ലാവരും കാണുന്നവർക്ക് ഇവർക്ക് പ്രാന്താണെന്ന് ചോദിക്കും. അപ്പൊ അതേപോലെ ഇവരെന്താ കാണിക്കുന്ന പിള്ളേരെയും കൊണ്ട് അമ്മയൊക്കെ വന്നിട്ട് അച്ഛനെ വഴക്ക് പറയുന്ന കേൾക്കണമായിരുന്നു ആ സമയത്ത്. അങ്ങനെയൊക്കെ അങ്ങനത്തെ കുറെ ഓർമ്മകളുണ്ട് ഇഷ്ടംപോലെ. പിന്നെ യാത്രകളാണ്. ഈ ഓരോ നാടക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു പരിചയമില്ലാത്ത വീടുകളിൽ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകും. അവിടെ ഉത്സവപ്പറമ്പിന്റെ പരിസരത്തുള്ള വീടുകളൊക്കെ ചില അപ്പൂപ്പന്മാരും അമ്മമാരൊക്കെ മാത്രമുള്ള വീടുകളൊക്കെ ആയിരിക്കും, അല്ല കൊച്ചുകുട്ടികളുള്ള വീടുകളായിരിക്കും. അപ്പം റാൻഡമായിട്ട് അവരുടെ കൂടെ പോയി കളിക്കുക. ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലവും ഒരു കുറെ കുട്ടികൾ. അപ്പം അങ്ങനത്തെ കുറേ രസമുള്ള ഓർമ്മകളാണ് കേട്ടോ. എത്രയോ കുട്ടികളുമായിട്ട് ഞങ്ങൾ ഓരോ ക്രിക്കറ്റും അതും ഇതൊക്കെ കളിച്ചിട്ടുണ്ട്.